ഹായ് ഗായ്സ്, വെൽക്കം ടു ലിക്വിഡ് ലൈൻ അക്വറും. അപ്പോൾ നമ്മൾ ഒരുപാട് എൻക്വയറീസ് ഒരു പ്രശ്നമാണ് കേട്ടോ. അതിനകത്ത് ഒരു പുള്ളിക്കാരൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എപ്പോഴും പ്ലാന്റ് ടാങ്കിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെയാണ് ഇടുന്നത്, നമുക്കൊരു പ്രീമിയമായ ഒരു ടാങ്ക് സ്കേപ്പ് ചെയ്യണം വിത്തൗട്ട് പ്ലാൻസ് എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരൻ മെസ്സേജ് അയച്ചതിന് വേണ്ടി മാത്രം ചെയ്തൊരു സ്കേപ്പാണ് കേട്ടോ ഈ ഒരു ടാങ്ക്. അതിൽ നിന്ന് ടാങ്കിൻ്റെ ഡൈപ്പിങ്സ് ഉണ്ട്, അതിൽ പ്ലാൻസ് ഉണ്ടാവും, ചില അവിടെ പ്ലാൻസ് ഉണ്ടാവില്ല, അങ്ങനെ കുറച്ച് കോൺസെപ്റ്റ്, ഒരുപാട് കോൺസെപ്റ്റുകളുണ്ട്. നമ്മളെല്ലാ രീതിക്കും നമ്മൾ ഒന്ന് റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയാക്കി ഇതൊന്ന് പഠിച്ചു പോകാൻ വേണ്ടിയിട്ടോ അങ്ങനെ തുടങ്ങിയതാണ് നമ്മളൊക്കെ. അങ്ങനെ രീതിക്ക് നമ്മൾ ഓരോ സ്കേപ്പുകളും, ഇത് നോർമലി നമ്മൾ റിവറിൽ നിന്ന് തന്നെ കളക്ട് ചെയ്ത കുറച്ച് പെബിൾസ് ആയിരുന്നു. നമ്മുടെ വീടിനടുത്തുള്ള റിവറിൽ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല, ബട്ട് ഞാനിത് ബൈ ചെയ്ത് എടുത്തതാണ് കേട്ടോ ഈ ഒരു സ്റ്റോൺ എന്ന് പറയുന്നത്. കേട്ടോ ഈ ഒരു സ്റ്റോൺ നമ്മൾ ഈ ഡ്രിഫ്റ്റ് വുഡിലേക്ക് വെക്കുമ്പോൾ ഒരിക്കലും ഒട്ടിച്ചു കൊടുക്കുന്നില്ല, നമ്മൾ ഗ്ലൂവോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല, കാരണം അതിൻ്റെ ആവശ്യമില്ല. ഈ ഒരു സ്റ്റോൺ അവിടെ വെക്കുമ്പോൾ കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആകുന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് നമ്മൾ അങ്ങനെ ചെയ്തിട്ടാ. അപ്പോൾ ഓരോ ആൾക്കാരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ സ്കേപ്പ് ചെയ്യുമ്പോഴാണ് അക്കുറത്തിന് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ കുറച്ചുകൂടെ എടുത്ത് ഭംഗി കാണിക്കുക. ബട്ട് ഈ ഒരു സ്കേപ്പ് എവിടെയാണ് കൂടുതൽ കണ്ടുവരുന്നത് പറഞ്ഞാൽ സൗത്ത് അമേരിക്കൻ ഏരിയ, റിവറിൻ്റെ കുറച്ച് ഏരിയസിൽ മാത്രമാണ് ഈ ഒരു സ്കേപ്പിംഗ് കണ്ടുവരുന്നത് തന്നെ കേട്ടോ. ഈ ഒരു സ്കേപ്പിംഗ് എന്താണ് ഏതാണെന്നൊന്നും നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ട് തന്നെ ഇല്ല, അത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞുതരാം. ഏകദേശം അതെല്ലാം നമ്മളൊരു വീഡിയോ ആയിട്ടോ ഷോർട്സ് വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാന്നുള്ളൊരു കോൺസെപ്റ്റിലായിരുന്നു കേട്ടോ. ഏകദേശം ഒരു 4 സ്റ്റോൺ മാത്രമേ നമ്മൾ ഇതിലേക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ കേട്ടോ. അതിന് കുറച്ച് റഫായുള്ള പെബിൾസ് ആണ്, നമ്മൾ സ്മൂത്ത് ആയ ഒരു പെബിൾസ് ഉപയോഗിക്കുന്നില്ല, കാരണം ഇതൊരു നാച്ചുറൽ രീതിക്ക് തന്നെ കിട്ടണം എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ആ ഒരു സ്റ്റോൺ ഉപയോഗിച്ചിരിക്കുന്നത്. ഫൈനലി ഇങ്ങനെ ഒരു റിസൾട്ടിലാണ് ഈ ഒരു ടാങ്ക് എത്തിച്ച് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഏകദേശം ഒരു 6 mm ഗ്ലാസ് ആണ് കേട്ടോ ഈ ഒരു ടാങ്ക് നമ്മൾ റെഡി ചെയ്തെടുത്തത്. അതും ഇമ്പോർട്ടഡ് ടാങ്ക് ആയതുകൊണ്ട് വേറെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, പക്ക ഫിനിഷിംഗ് ആയിരിക്കും, സീറോ സിലിക്കോണിൽ തന്നെ. അപ്പോൾ മാക്സിമം ഈ മിനി അക്വേറിയം സ്കേപ്പ് ചെയ്യുന്നു പുതിയ വാങ്ങുന്നവരൊക്കെ മാക്സിമം ഈ അൾട്രാ ക്ലിയർ സീറോ സിലിക്കോണിൽ തന്നെ എടുക്കാൻ ശ്രമിക്കുക. അങ്ങനെ ആകുമ്പോഴാണ് കുറച്ചുകൂടെ ഭംഗിയായിട്ടുണ്ടാവുക കേട്ടോ അക്വേറിയത്തിന് ഫിനിഷിങ് കാര്യങ്ങൾ. നിങ്ങളിപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം. ഏകദേശം ഈ ഒരു വീഡിയോ ക്ലിപ്പ് എടുത്തതൊക്കെ നമ്മൾ ഈ ഒരു നിയോ ഹീലിയോസിൻ്റെ ലൈറ്റ് ഓൺ ചെയ്തിട്ടല്ല കേട്ടോ, വേറൊരു ലൈറ്റ് മുകളിലേക്ക് വേറൊരു ലൈറ്റ് വെച്ചിട്ടാണ് ഓൺ ചെയ്തത്. അപ്പോൾ ഈ ടാങ്കിൻ്റെ ഏകദേശം 60% വർക്ക് മാത്രമേ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ ഈ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ. അപ്പോൾ നമുക്ക് ഇനിയും കുറച്ചുകൂടെ ഐറ്റംസ് ഈ ടാങ്കിലേക്ക് ആഡ് ചെയ്യേണ്ട, അതൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഈ ടാങ്ക് കാണാൻ തന്നെ ഭയങ്കര ഒരു പ്രീമിയം ലുക്കായിരിക്കും കേട്ടോ. അപ്പം പിന്നെ അതല്ലാതെ തന്നെ ഈ ഒരു ടാങ്ക് നമ്മൾ സ്കേപ്പ് ചെയ്തിരിക്കുന്ന ഒരു സ്പെഷ്യൽ വെറൈറ്റിയാണ്. നമ്മൾ ഒരുപാട് പേർക്ക് അറിഞ്ഞ ഒരു വെറൈറ്റി കൂടെയാണ്, കുറച്ച് പേർക്ക് ഇത് എന്ത് വെറൈറ്റിയാണെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഫിഷ് വെറൈറ്റിക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ടാങ്ക് സ്കേപ്പ് ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ ഇതിന് ഒരുപാട് വീഡിയോസ് കാര്യങ്ങളൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിലും നമ്മുടെ ഇൻസ്റ്റഗ്രാമിലും വരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ അവസാനിക്കുകയാണ്. അപ്പോൾ ഓക്കെ, ബൈ.